കാണുന്നുണ്ടോ സ്ക്രീൻ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് വെച്ചിട്ട് ലൈറ്റിന് രണ്ട് നേച്ചർ, അതായത് രണ്ട് രീതിയിൽ, അതായത് ലൈറ്റ്, അതായത് പ്രകാശം വേവ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും, അതേപോലെ പാർട്ടിക്കിൾ ആയിട്ട്. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഒരു ബോള് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എറിയുമ്പോൾ അതിൻ്റെ ഒരു മൊമെന്റം ഉണ്ട്, ബൗൺസ് ചെയ്യും. അങ്ങനെ വേവ് ലൈറ്റിന് രണ്ട് തരത്തിലുള്ള നേച്ചർ, ലൈറ്റിന് മാത്രമല്ല എല്ലാ മാറ്ററിനും രണ്ട് തരത്തിലുള്ള നേച്ചർ ഉണ്ടെന്നാണ് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ലൈറ്റിന് രണ്ട് ഡ്യുവൽ നേച്ചർ ഉണ്ട്, അതായത് വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ഓക്കെ. ഈ നമുക്ക് സ്പെക്ട്രം എന്നൊരു കൺസെപ്റ്റ്, അതായത് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോ ഒരു കേൾക്കുന്നില്ലേ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേവ് ലെങ്ത് അല്ലെങ്കിൽ കുറച്ച് കളറുകളുടെ ഒരു എന്താണ് ഗ്രൂപ്പാണ്. ഇപ്പോൾ ഒരു റെയിൻബോ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു മഴവില്ല് എന്ന് വെച്ചാൽ അത് എന്താണ്, അതൊരു സ്പെക്ട്രം ആണ്. വേവ് ലെങ്ത് എന്ന് വെച്ചാൽ കളർ അല്ലെങ്കിൽ ഫ്രീക്വൻസി അനുസരിച്ചാണ് കളർ മാറുക, അല്ലേ? അപ്പോൾ സ്പെക്ട്രം എന്ന് വെച്ചാൽ ആ കളറുകളുടെ ഒക്കെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബാൻഡ് ഒരുമിച്ചുള്ളത്. ഓക്കെ. അത് എമിഷന്റെ ആവാം. എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്നത്. ഇപ്പൊ എനർജി പുറത്തേക്ക് വിടുമ്പോഴുള്ള റേഡിയേഷന്റെ ആവാം, അല്ലെങ്കിൽ എനർജി ഉള്ളിലേക്ക് എടുക്കുന്ന സ്പെക്ട്രം. അപ്പൊ രണ്ട് തരത്തിലുള്ള സ്പെക്ട്ര ഉണ്ട്. സ്പെക്ട്ര എന്ന് വെച്ചാൽ കളറിന്റെ ഒക്കെ ഒരു രേഖ. അതായത് സപ്പോസ് ഇതൊരു എമിഷൻ സ്പെക്ട്ര ആണ്, അതായത് ഇവിടെ നിന്ന് വൈറ്റ് ലൈറ്റ് വരും, കണ്ടോ? അത് ബീം കൂടെ വന്നിട്ട് പ്രിസത്തിലൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രിസത്തിലൂടെ പോകുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് അത് കളറുകളായിട്ട് പിരിയും, അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് എന്താണ്, ഒരു സ്പെക്ട്രയാണ്. കണ്ട, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്. അപ്പൊ ഇതൊരു എന്താണ്, സ്പെക്ട്രയാണ്, ഒരു ഗ്രൂപ്പാണ്. ഓക്കെ. ഇനി രണ്ട് തരത്തിലുള്ള സ്പെക്ട്ര ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് എമിഷൻ, മറ്റൊന്ന് അബ്സോർപ്ഷൻ. ഹലോ, ഓക്കെ. എമിഷൻ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ റേഡിയേഷൻസ് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് എന്താ എനർജി പുറത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ എനർജി ട്രാവൽ ചെയ്യുന്നൊരു ടൈപ്പാണ് റേഡിയേഷൻ. പഠിച്ചിട്ടില്ലേ എന്തൊക്കെയാണെന്ന്? ഇപ്പോ ചൂട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പലതരത്തിൽ പോകുമല്ലോ. അപ്പൊ ഒന്ന് നമ്മളിങ്ങനെ കൈ തൊട്ടാൽ പാർട്ടിക്കിൾ കൈയിലൂടെയൊക്കെ പകരും ചൂട്. ഹലോ. പിന്നെ ഒന്ന് ചുറ്റുമുള്ള വായു ചൂടായിട്ട് അങ്ങനെ സ്പ്രെഡ് ആവും ചൂട്, എനർജി. അതേപോലെ തന്നെ റേഡിയേഷൻ ആണ് നമ്മളുടെ സണ്ണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ലൈറ്റ് എത്തുന്നത്. കാരണം അതിൻ്റെ ഇടയിൽ വാക്വം അല്ലേ. അപ്പോൾ ഒരു ചൂടായി നമ്മളുടെ സാധാരണ ഒരു ചൂട് വസ്തു നമുക്ക് ചൂടറിയുന്ന പോലെയല്ല സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻ. അതിനെ റേഡിയേഷൻ എന്ന് പറയാം. അപ്പൊ റേഡിയേഷൻസ് ഒരു സോഴ്സിൽ നിന്നുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്രം. ആ എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻസിനെ ഒരു പ്രിസത്തിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. എന്തിന്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ചെയ്യും? എമിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടാം. ഓക്കെ. അപ്പോൾ ഡിഫറെന്റ് വേവ് ലെങ്ത്സ് ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യും നമ്മൾ. എങ്ങനെ? പ്രിസം വെച്ചിട്ട്. ഓക്കെ. എന്നിട്ട് അതിനെ നമ്മളൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ചെയ്യുന്നതിന് കാരണം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇവിടെ നമുക്കൊരു വൈറ്റ് കളർ ഷീറ്റ് വെച്ചാൽ മതി, നമ്മളുടെ ഈ സാധാരണ വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് എമിഷൻ സ്പെക്ട്ര എന്ന് പറയും. കാരണം എന്താ? ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നുമില്ല, അല്ലേ? മഴവില് കാണുമ്പോൾ അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നുമില്ലല്ലോ. ഒരു കളർ കഴിഞ്ഞാൽ അടുത്ത കളർ, പിന്നെ അടുത്ത കളർ. അതായത് വയലറ്റ് തൊട്ട് റെഡ് വരെ
അതിൻ്റെ ഇടയിൽ വേറെ ഗ്യാപ്പുകളൊന്നുമില്ല. അതേപോലെ തന്നെ ഓരോ വേവ് ലെങ്ത്തും മറ്റൊന്നിലേക്ക് മെർജ് ആയിരിക്കും. അതായത് വയലറ്റും ഇൻഡിഗോയുടെ ഇടയിൽ ചെറിയൊരു ഇപ്പോൾ കളർ ഫ്യൂസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും അല്ലേ, കളറൊക്കെ മെർജ് ആയിട്ട് വയലറ്റ് പതുക്കെ ഇൻഡിഗോയ്ക്ക് മാറും, ഇൻഡിഗോ പതുക്കെ ബ്ലൂവിലേക്ക് മാറും, ബ്ലൂ പതുക്കെ ഗ്രീനിലേക്ക്, അങ്ങനെ അങ്ങനെ മാറി മാറിയാണ്. അല്ലാതെ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട്, അതായത് വളരെ എടുത്തെടുത്ത് ഒരു ഗ്യാപ്പ് അവിടെ കാണില്ല നമുക്ക്. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് എമിഷൻ സ്പെക്ട്രം. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത് പ്രിസം വെച്ചിട്ട് ചെയ്തത് കണ്ടിന്യൂസ് ആയിരുന്നു, കാരണം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ല അല്ലേ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇടയിൽ ചില വേവ് ലെങ്ത്തുകൾ, അതായത് ചില കളറുകൾ മിസ്സിങ് ആവും. ഓക്കെ, അപ്പോൾ ചില കളറുകൾ ഇല്ലാണ്ടാവുമ്പോൾ എന്ത് പറ്റും, അവിടെ ബ്ലാക്ക് ആയിരിക്കും അല്ലേ. ഓക്കെ, അതായത് അവിടെ ലൈറ്റ് ഇല്ല, അപ്പോൾ അവിടെ ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ അത് ആ ബ്ലാക്ക് ഡാർക്ക് സ്പേസസ് അതിനൊരു ഡിസ്കണ്ടിന്യൂറ്റി, അതായത് ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത, അതായത് ഡെയിലി ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരുമ്പോൾ അതിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് എമിഷൻ സ്പെക്ട്ര എന്ന് പറയും. ഇതിനെ തന്നെ നമ്മൾ ഒരു എലമെന്റിന്റെ ഫിംഗർ പ്രിന്റ് എന്ന് പറയും. കാരണം ഒരു എലമെന്റിന് എല്ലാ തരത്തിലുള്ള റേഡിയേഷൻസും എമിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു എലമെന്റ് എങ്ങനെയാണ് എനർജി എമിറ്റ് ചെയ്യുക, ഒന്ന് അതിൻ്റെ ഇലക്ട്രോൺ ഒരു സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. സപ്പോസ് ഒരു എലമെന്റ് ഇങ്ങനെ, ഇത് ന്യൂക്ലിയസ്, ഇത് ഇലക്ട്രോൺ ആണ്, അല്ല ഇതൊരു ഷെല്ലാണ്, ഇത് വേറെ ഓർബിറ്റിലാണ്. സപ്പോസ് ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ നമ്മൾ കുറച്ച് ചൂടാക്കി കഴിയുമ്പോൾ എന്ത് പറ്റും, ഇവിടേക്ക് പോകില്ലേ, മേലത്തെ സ്റ്റേജിലേക്ക് പോകും. ഇത് തിരിച്ചു വരുമ്പോൾ ഇത് എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്ത എനർജി പുറത്തേക്ക് വിടണം. അതെങ്ങനെ പുറത്തേക്ക് വിടാം, ലൈറ്റ് ആയിട്ട് പുറത്തേക്ക് വിടും. അപ്പോൾ ഈ മേലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള ഈ എനർജി റിലീസ് ആണ് നമ്മൾ പലപ്പോഴും എന്തായിട്ട് കാണാം, കളറായിട്ട് കാണും എലമെന്റ്സിലൊക്കെ. ഹലോ, എലമെന്റ്സിന്റെ ഒക്കെ കളറിന്റെ ഒറിജിൻ ഇതാണ്. ഈ ഇലക്ട്രോൺ എക്സൈറ്റ് മേലേക്ക് പോയി എക്സൈറ്റ് ആയി ഡീഎക്സൈറ്റേഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ആണ് എന്ത്, നമ്മൾ കാണുന്ന കളർ. അപ്പോൾ ആ കളറൊക്കെ നമ്മളുടെ വിസിബിൾ റീജിയനിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഉപ്പ് കത്തിക്കും. ഉപ്പ് കത്തിക്കുമ്പോൾ ഒരു കളർ ഉണ്ടാവുമല്ലോ, കളർ ചേഞ്ച് ആവുമല്ലോ, അതായത് ഫ്ലെയിമിന്റെ കളർ മാറും. അപ്പൊ അതിന് നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഇതുകളുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ ബേർണറിൻ്റെ നീല കളർ ആയിരുന്നെങ്കിൽ ഒരു എന്താ പറയാ, ഓറഞ്ച് കളറോ റെഡ് ഓറഞ്ച് കളറിലേക്കൊക്കെ മാറില്ലേ ഫ്ലെയിം, കുറച്ച് വൈറ്റിഷ് റെഡ് ഒക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ റേഡിയേഷനെ നമ്മൾ പ്രിസത്തിലൂടെ കടത്തി വിടും ആ ലൈറ്റിന്. എന്നിട്ട് ഇവിടെ നമ്മൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വയ്ക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി, നമുക്ക് ആകെ ഇങ്ങനെ ഒരു ലൈൻ, 2 ലൈനേ കിട്ടിയുള്ളൂ. അപ്പൊ അതിനെന്താ അർത്ഥം, ഈ 2 ലൈന് മിസ്സിംഗ് ആണ് അല്ലേ. അതായത് ഈ 2 വേവ് ലെങ്ത് മിസ്സിംഗ് ആണ്. ഹലോ, ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൻ്റെത് ഈ എലമെന്റ് അല്ലെങ്കിൽ ഈ എന്താ പറയാ, ഈ കോമ്പൗണ്ടിന്റെ ഫിംഗർ പ്രിന്റ് ആണ്. ഇത് NaCl മാത്രമാണ് ഇങ്ങനെ. നമ്മൾ വേറൊരു കോമ്പൗണ്ട് വയ്ക്കുമ്പോൾ നമുക്ക് വേറെ കിട്ടാം. NaCl നമുക്ക് എത്ര പ്രാവശ്യം ചെയ്ത് നോക്കിയാലും ഇങ്ങനെ ഒരു എന്താ കിട്ടുള്ളൂ, ഫോട്ടോഗ്രാഫി ഈ ഫിംഗർ പ്രിന്റേ കിട്ടുള്ളൂ, ഈ ലൈൻ സ്പെക്ട്രേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഫിംഗർ പ്രിന്റ് ഓഫ് എൻ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫ്ലെയിം ടെസ്റ്റിന്റെ സമയത്തുള്ളതാണ്. അപ്പൊ ഇതൊന്നും വീട്ടിൽ ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ഒരു മെഴുകുതിരി അങ്ങനെ കത്തിച്ചിട്ട് പതുക്കനെ ഒരു എന്താ പറയാ, ഗ്ലാസ് റോഡാണ് നല്ല, പക്ഷെ ഗ്ലാസ് റോഡ് ഉണ്ടാവില്ല. അപ്പൊ ഒരു സ്പൂണിന്റെ അങ്ങനത്തെ കുറച്ച് എന്താ ഉപ്പെടുത്തിട്ട് കത്തിച്ചു നോക്കാം, എന്താണ് കളർ മാറുന്നതെന്ന് നോക്കാം. ഓക്കെ,
അടുത്തത് ഇതുവരെ പറഞ്ഞത് എമിഷൻ സ്പെക്ട്ര ആണ്. എമിഷൻ സ്പെക്ട്ര എന്ന് പറയുമ്പോൾ എന്താ? പുറത്തേക്ക് വിടുന്നത് അല്ലെ, പുറത്തേക്ക് വിടുന്ന എനർജിയുടെ സ്പെക്ട്ര ആണ്. ഇനി അടുത്തത് അബ്സോർപ്ഷൻ സ്പെക്ട്ര ആണ്, അതായത് ഉള്ളിലേക്ക് എത്ര എടുക്കുന്നുണ്ടെന്ന്. ഓക്കെ, അഫ്ന വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. അഫ്ന കേൾക്കുന്നുണ്ടോ? അഫ്ന, ഹലോ. ഹലോ. അഫ്ന കേൾക്കുന്നുണ്ടോ? ഓക്കെ, എവിടെയായിരുന്നു? ഹലോ. ഹലോ. പോയിട്ടില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ളൂ. സ്പെക്ട്രത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്തുകളുടെ ഒക്കെ ഒരു ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ രണ്ട് സ്പെക്ട്രത്തെ കുറിച്ച് സംസാരിച്ചു. ഒന്ന് കണ്ടിന്യൂസ് സ്പെക്ട്രം, അതായത് നമ്മളിപ്പോ ലൈറ്റ് പ്രിസത്തിലൂടെ കടത്തി വിട്ടിട്ട് മഴവില്ലായിട്ട് കാണില്ലേ? ഹലോ, കാണുന്നുണ്ടോ? ഓക്കെ, മഴവില്ല് കാണില്ലേ ഇപ്പോഴോ? ഓക്കെ, അപ്പൊ മഴവില്ലായിട്ട് കാണുന്ന ഒരു ഇത്, അപ്പോ അത് കണ്ടിന്യൂസ് എമിഷൻ സ്പെക്ട്രയാണ്. രണ്ട് തരത്തിലുള്ള സ്പെക്ട്ര ഉണ്ട്, ഒന്ന് എമിഷനും മറ്റൊന്ന് അബ്സോർപ്ഷനും. അപ്പോൾ എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്തേക്ക് വിടുമുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഈ ലൈറ്റ് നമ്മൾ പ്രിസത്തിലൂടെ കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യും? അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്പേഴ്സ് ചെയ്യും, അതായത് ഡിഫറെന്റ് വേവ് ലെങ്ത്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് വിബ്ജിയോർ കിട്ടും. അപ്പൊ ഇത് ഒരു കണ്ടിന്യൂസ് എമിഷൻ സ്പെക്ട്രയാണ്. അതായത് കണ്ടിന്യൂസ് പറയാൻ കാരണം ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നുമില്ല. അതായത് വയലറ്റ് കഴിഞ്ഞാൽ ഇൻഡിഗോ, ഇൻഡിഗോ കഴിഞ്ഞാൽ ബ്ലൂ, പിന്നെ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് വരെ. ഓക്കെ, മാത്രമല്ല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെർജ് ആണ്. അതായത് വയലറ്റ് പതുക്കെ ഇൻഡിഗോ ആവും, ഇൻഡിഗോ പതുക്കെ ബ്ലൂ, അങ്ങനെ ട്രാൻസിഷൻ ഉണ്ട് അവിടെ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഡിസ്കണ്ടിന്യൂസ് എമിഷൻ സ്പെക്ട്ര. ഇതിനെ നമ്മൾ ലൈൻ സ്പെക്ട്ര അല്ലെങ്കിൽ ആറ്റോമിക് സ്പെക്ട്ര എന്നൊക്കെ പറയും. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എലമെന്റ്സിന് എങ്ങനെയാണ് കളർ, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന് എങ്ങനെയാണ് കളർ ഉണ്ടാവുന്നത്? അത് ഇലക്ട്രോൺ ഇപ്പോൾ ഒരു ഓർബിറ്റ് ചെയ്യുന്നു, ഒരു ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എനർജി ലെവലാണല്ലോ. അപ്പോൾ ആ എനർജി ലെവലിൽ നിന്ന് വേറെ എനർജി ലെവലിലേക്ക് ചാടിയിട്ട്, അതിങ്ങനെ ചാടാം നമ്മൾ എനർജി കൊടുക്കുമ്പോൾ അല്ലെ, നമ്മൾ ചൂടാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനർജി കൊടുക്കുമ്പോൾ, പിന്നെ അത് തിരിച്ച് ഈ ലെവലിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഈക്വാലന്റ് എനർജി അത് റിലീസ് ചെയ്യും അല്ലെ, കാരണം ഇതൊരു എനർജി ലെവലാണല്ലോ. അപ്പൊ ഈ എനർജി ഓർബിറ്റിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എക്സ്ട്രാ ഉള്ള എനർജി റിലീസ് ചെയ്യണം നമ്മൾ. അപ്പൊ ആ റിലീസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ലൈറ്റ് ആയിട്ട് പുറത്തു വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ചില വേവ് ലെങ്ത്തുകൾ ഈ ബാൻഡിൽ നിന്ന് മിസ്സിങ് ആവും. അത് ഡാർക്ക് സ്പേസസ് ഉണ്ടാവും ഇതിന്റെ ഇടയിൽ. അതുകൊണ്ടാണ് ഇതിന് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. കാരണം ഇത് കണ്ടിന്യൂസ് അല്ല, ഇടയിൽ എന്തുണ്ട്? ഒരു ഡാർക്ക് ലൈൻസ് ഉണ്ട് അല്ലെ, മിസ്സിങ് ആയ വേവ് ലെങ്ത്തിന്റെ അവിടെ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മളിപ്പോ NaCl ഒരു പ്ലാറ്റിനം വയർന്ന് ഉദ്ദേശിക്കാനും വേറെ റിയാക്ഷൻ നടക്കാണ്ടിരിക്കാനായിട്ട്, പ്ലാറ്റിനം അല്ലെങ്കിൽ ഗോൾഡ് ഒന്നും റിയാക്ട് ചെയ്യില്ലല്ലോ. അപ്പൊ പ്ലാറ്റിനം വയറിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഒരു തീയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്ത് പറ്റും? കത്തുമ്പോൾ കളറ് മാറില്ലേ? എന്തിന്റെ? ഫ്ലെയിമിന്റെ. ഉപ്പ് കത്താണെങ്കിൽ കളറ് മാറും. അപ്പൊ അതിനെ നമ്മൾ പ്രിസത്തിലൂടെ കടത്തി വിട്ടിട്ട് ചെക്ക് ചെയ്യും. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? രഫ കേൾക്കുന്നുണ്ടോ? അഫ്ന കേൾക്കുന്നുണ്ടോ? അഫ്ന, ഹലോ.
കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഡിസ്കണ്ടിന്യൂസ് എമിഷൻ സ്പെക്ട്ര. ഇനി അടുത്ത നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്ര. അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു സോഴ്സിൽ നിന്നുള്ള ഒരു ലൈറ്റ് ഉണ്ട്, കണ്ട ഇവിടെ നിന്ന് ലൈറ്റ് വരികയാണ്, അതിനെ നമ്മൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൽ കൂടെ കടത്തി വരും. ഇവിടെ നമ്മൾ NaCl വെച്ചിരിക്കുന്നത്, അപ്പൊ അതിൽ കൂടെ കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ അതിനെ അബ്സോർബ് ചെയ്യും. ചില എനർജിയൊക്കെ ഓക്കെ, ചില എനർജി അബ്സോർബ് ചെയ്യുക കെമിക്കൽ സബ്സ്റ്റൻസ്. ഹലോ, ചില എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ആ തിരിച്ച് അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് ചില ഡാർക്ക് ലൈനുകൾ കാണും. അതായത് കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ ആ ഡാർക്ക് ലൈൻ ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്പെക്ട്ര ആയിരുന്നു, വൈറ്റ് ലൈറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ പക്ഷെ അവിടെ ചില ഡാർക്ക് ലൈൻസ് ഉണ്ടാവും. ആ ഡാർക്ക് ലൈൻസ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുക? ഇവിടെ അബ്സോർബ് ചെയ്യപ്പെട്ട വേവ് ലെങ്ത്തുകൾ അല്ലേ? ഹലോ, അപ്പോ ഇതിനെ നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയും. അപ്പോൾ ബോർ എന്നൊരു സയന്റിസ്റ്റ് അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ ആറ്റോമിക് സ്പെക്ട്ര നോക്കി. അയാൾ ഹൈഡ്രജന്റെ ആറ്റോമിക് സ്പെക്ട്ര സ്റ്റഡി ചെയ്തിട്ട് അയാളൊരു മോഡൽ പ്രപ്പോസ് ചെയ്തു. എന്ത്? അതിനാണ് ഇതാണ് സ്പെക്ട്ര. കണ്ട, ഗ്രൂപ്പ് ഓഫ് വേവ് ലെങ്ത്തുകൾ ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ. അപ്പൊ നമ്മളിവിടെ ഹൈഡ്രജനെ കത്തിച്ചിട്ട്, അല്ലെങ്കിൽ ഹൈഡ്രജൻ കത്തിക്കുമ്പോൾ ഒരു ഫ്ലെയിം ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ സ്പെക്ട്ര നോക്കി. ഓക്കെ, ഹൈഡ്രജന്റെ ആറ്റോമിക് സ്പെക്ട്ര വെച്ചിട്ട് ആള് ബോർസ് മോഡല് എന്ത് ചെയ്തു? അയാൾ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അയാളുടെ ബോർസ് മോഡലിന്റെ ഫസ്റ്റ് ഒരു അസംപ്ഷൻ ആണ് ഇത് ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന് മാത്രമേ പറ്റുള്ളൂ. അതായത് ഒരു ഇലക്ട്രോൺ ഉള്ള സിസ്റ്റത്തിനെ പറ്റുള്ളൂ. വാലിഡ് ആണ്, ഒരു ഇലക്ട്രോൺ ഉള്ള സിസ്റ്റങ്ങൾക്ക് മാത്രമാണ് എന്ത് വാലിഡ്? ബോർസ് മോഡൽ വാലിഡ്. ക്ലിയർ ആണോ? ഓക്കെ, അയാളുടെ പോസ്റ്റുലേറ്റ്സ് നമുക്ക് നോക്കാം. ബോർസ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ബോർസ് മോഡലിന്റെ ഭാഗത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ പോസ്റ്റുലേറ്റ് എന്ന് വെച്ചാൽ ആള് പറയുന്നത് ഒരു ആറ്റം consists of small heavy positively charged nucleus. വളരെ ചെറിയ, വളരെ വെയിറ്റ് ഉള്ള പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ആണ് എന്ത്? ആറ്റത്തിന്റെ സെന്ററിൽ. അതേപോലെ ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ഇറ്റ് ഇൻ സർക്കുലർ ഓർബിറ്റ്സ്. ഇലക്ട്രോൺസ് അതിന് ചുറ്റും ഒരു വൃത്താകാരമായ ഓർബിറ്റ്സിൽ ചുറ്റും. അതായത് കണ്ടോ, ഇങ്ങനെ വളരെ ചെറിയ എന്തുണ്ടാവും? ന്യൂക്ലിയസ് ഉണ്ടാവും, അതിന്റെ ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ ചുറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ്, ഇലക്ട്രോൺസ് revolve only in those orbits which have a fixed value of energy. Hence, these orbits are called energy levels or stationary states. അപ്പോൾ ഇയാൾ പറയുന്നത് ഇലക്ട്രോൺസ് ആകെ ഒരു ഫിക്സ്ഡ് വാല്യൂ ഓഫ് എനർജി ഉള്ള ഓർബിറ്റിൽ മാത്രമാണ് ചുറ്റും. ഹലോ, നമ്മളുടെ നേരത്തെ മോഡലിന്റെ പ്രശ്നം എന്തായിരുന്നു? അത് വെച്ചിട്ട് സർക്കുലർ ഓർബിറ്റിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എനർജി റേഡിയേറ്റ് ചെയ്തിട്ട് അത് കൊളാപ്സ് ആവണായിരുന്നു അല്ലേ? അല്ലേ അഫ്ന? ഹലോ, അപ്പൊ അതിനെ ബോർ ആ ഒരു ഡ്രോബാക്കിനെ ആള് ഓവർകം ചെയ്യുന്ന ഇങ്ങനെയാണ്. ആള് പറയുന്നത്, ഹലോ, ആള് പറയുന്നത് ഇലക്ട്രോൺസ് ആകെ ഈ ഒരു പ്രത്യേക ഓർബിറ്റ്സിൽ മാത്രമാണ് റിവോൾവ് ചെയ്യുള്ളത്, അല്ലെങ്കിൽ ചുറ്റുള്ളൂ, വിച്ച് ഹാവ് എ ഫിക്സ് വാല്യൂ ഓഫ് എനർജി. അതായത് ആ ഓർബിറ്റിൽ ചുറ്റുമ്പോൾ ഒരു ഫിക്സ് വാല്യൂ ഓഫ് എനർജിയാണ്. അവിടെ എനർജി ചേഞ്ച് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ റേഡിയേഷൻ ഉണ്ട്. ഇലക്ട്രോൺ എനർജി റേഡിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആക്സലറേഷൻ അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് എനർജി റേഡിയേറ്റ് ചെയ്തിട്ട്
ഇലക്ട്രോൺ കൊളാപ്സ് ആവില്ല, അതായത് നമ്മളുടെ ആറ്റം കൊളാപ്സ് ആവില്ല. അതുകൊണ്ട് ഈ ഓർബിറ്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും? എനർജി ലെവൽസ് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കും. അതായത് ഈ ഓർബിറ്റിൽ എനർജി ചേഞ്ച് ആവാതെ ഇലക്ട്രോണിന് ചുറ്റാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ഇതിനെ നമ്മൾ 1, 2, 3 നമ്പർ ചെയ്യും ഓരോ എനർജി ലെവലിന്. ഓക്കെ. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതായത് ഏറ്റവും അടുത്തുള്ളതിന് എന്താണ്? 1, പിന്നത്തേന് 2, പിന്നത്തേന് 3, അങ്ങനെ നമ്പർ ഇടും. ഓക്കെ. അപ്പോൾ ഈ നമ്പേഴ്സിനെ നമ്മൾ പറയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്മോൾ n. ഓക്കെ. എന്താ? 1, 2, 3 നമ്പർ ഇടും. അതായത് ഇതിനെ മൊത്തത്തിന് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ അതിനെ n ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോ ഈ ഏറ്റവും അടുത്തുള്ള ഓർബിറ്റലിന്റെ എന്തായിരിക്കും? n = 1. ഇതിന് n = 2. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ. ഇനി ആളുടെ ഈ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സിൽ തന്നെ ഒരു പാർട്ടാണ് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ. എനർജി ഓഫ് എൻ ഇലക്ട്രോണിന്റെ ഇക്വേഷൻ എന്താണ്? E of n. അതായത് E of 1 ആണെങ്കിൽ n പകരം എന്തിടാം? 1 ഇടാം. ഓക്കെ. അപ്പോൾ E of nth ഓർബിറ്റലിന് വെച്ചാൽ എന്താണ്? -RH ഓഫ് z²/n². z എന്ന് വെച്ചാൽ എന്താ? ആറ്റോമിക് നമ്പർ, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പൊ ഈ en എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു n എന്ന ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കാനാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ജൂൾ പെർ ആറ്റം ആണെങ്കിൽ -2.18 × 10⁻18 z²/n². അതേപോലെ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം ആണെങ്കിൽ -13.6 z²/n². അതേപോലെ കിലോ ജൂൾ പെർ മോൾ ആണെങ്കിൽ എന്താ? -1312 z²/n². ഒരു n എന്ന ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിന്റെ എനർജിയാണ്. ഓക്കെ. അപ്പോ എനർജി ഇങ്ങനെയാണ്, അതായത് കൂടിക്കൂടി വരും അല്ലെ. KLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n = 1, n = 2, അങ്ങനെ അതിനെ തന്നെയാണ് പറയാ. ആ ഓർബിറ്റ്സിന്റെ പേര് തന്നെയാണ്. ഓക്കെ. അപ്പൊ എനർജി ഏറ്റവും കുറവ് ഇതിനായിരിക്കും? n = 1 E1. അതിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥലം ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും. n = 1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ. ഇനി ഇതിലെ ബി പാർട്ട് എന്താ വെച്ചാൽ റേഡിയസ് ഓഫ് ദ സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. അപ്പൊ റേഡിയസിന്റെ ഇതാണ് ഇക്വേഷൻ. Rn = 0.529 n²/z. അല്ലെങ്കിൽ നമുക്ക് z എന്ന് വെച്ചാൽ ആറ്റോമിക് നമ്പർ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ? എന്തിലേക്ക് എഴുതാം? ആംസ്ട്രോങ്ങിൽ എഴുതാം. പിക്കോമീറ്റർ എന്ന് വെച്ചാൽ എന്താ? 10⁻12 ആണ്. ഹലോ. പിക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻12 ആണ്. അപ്പൊ നമുക്കതിനെ 10⁻10, അതായത് ആംസ്ട്രോങ്ങിലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? /100 അല്ലേ. അപ്പോൾ ഇതാണ് ആംസ്ട്രോങ്ങിലുള്ളത്. അതായത് നമ്മളുടെ 1 ഓർബിറ്റ്, നമ്മളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ റേഡിയസ് എത്രയാണ്? ബോർ റേഡിയസ് എത്രയാണ്? 0.529 ആംസ്ട്രോങ്. കണ്ടോ? ഹലോ. ഇത് ഹൈഡ്രജന്റെ ആണ്.
കാരണം എന്താ, ഹൈഡ്രജന്റെ സെറ്റ് ഒന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജന്റെ റേഡിയസുകൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? RN = 0.529 n². ക്ലിയർ ആണോ? റഫ മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് R1 നോക്കാം. R1 എന്താണ്? 0.529 അല്ലെ? 0.529 ഇൻറ്റു 1² എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 0.529. R2 എന്ന് പറഞ്ഞാൽ എന്താ? 0.529 2². അപ്പൊ 4. കണ്ടോ? R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.529 മൾട്ടിപ്ലൈഡ് ബൈ 3² 9. അപ്പോൾ റേഡിയസ് കൂടി വരും. എന്തില്? ഓർബിറ്റ് പോകും തോറും അല്ലേ? കണ്ടോ ഇവിടുന്ന് ഇത് 0.529 ആംസ്ട്രോങ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? 0.529 ആംസ്ട്രോങ് ഇൻറ്റു 4. ഓക്കെ. ഇനി അടുത്തത് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്ത്? ഒരു ഇലക്ട്രോണിന്റെ ഒരു n എന്ന ഓർബിറ്റലിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ? 2.188 × 10⁶ z/n. z എന്താണ്? ആറ്റോമിക് നമ്പർ. n എന്താണ്? ഓർബിറ്റിന്റെ നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ. അപ്പൊ ഈ എന്താ? ഹലോ, വെലോസിറ്റി m/s. കണ്ടോ? ഇനി അടുത്ത പോസ്റ്റുലേറ്റ്, മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസ് ഇലക്ട്രോൺസ് റിവോൾവ് ഓൺലി ഇൻ ദിസ് ഓർബിറ്റൽ. അപ്പോൾ ഇവര് പറയാണ് എന്താ? നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ആകെ ഒരു ഫിക്സ്ഡ് വാല്യൂ ഉള്ള ഓർബിറ്റലിൽ മാത്രമാണ് കറങ്ങുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. അതായത് ഒരു സെർട്ടൈൻ ചില ഓർബിറ്റുകളിൽ ഫിക്സ്ഡ് വാല്യൂ ഉള്ള ഓർബിറ്റുകളിൽ മാത്രമാണ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ? അവിടെ മാത്രമാണ് ഇലക്ട്രോൺ കറങ്ങുള്ളൂ. അതിന്റെ അർത്ഥം അതേപോലെ തന്നെ ഈ ഓരോ ഓർബിറ്റിനും ഓരോ എനർജി ഉണ്ട്. ഇവിടെ കണ്ടോ? ഓർബിറ്റിന് എനർജി ഇല്ലേ? സെഗ്മെന്റ് അനുസരിച്ച്. അപ്പൊ നമുക്ക് പറയാം എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് ഒരു സെർട്ടൈൻ വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്തിന്? ഇലക്ട്രോൺ. ഒരു സ്പെസിഫിക് ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിന് ഒരു സെർട്ടൈൻ ഡെഫിനിറ്റ് വാല്യൂസ് മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. അത് ക്വാണ്ടൈസ്ഡ് ആണ്. ക്ലിയർ ആണോ? റഫ ക്വാണ്ടം ആ ഭാഗം നോക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അധികം ക്ലിയർ ആയി ഉണ്ടാവില്ല. പക്ഷെ അത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുമ്പോൾ ഇത് പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവും. ക്വാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും, ഒരു വാല്യൂ. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഫിക്സ്ഡ് വാല്യൂ ഉള്ള ഓർബിറ്റിൽ മാത്രമാണ് ഇലക്ട്രോൺസ് കറങ്ങുക. അപ്പൊ അതുകൊണ്ട് ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിന് ഒരു സെർട്ടൈൻ ഡെഫിനിറ്റീവ്, അതായത് വളരെ ഡെഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളരെ കൃത്യമായിട്ടുള്ള എനർജീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറൊരു എനർജി ഉണ്ടാവില്ല. അതുകൊണ്ട് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. ഓക്കെ. നാലാമത്തത് എനർജി പോലെ തന്നെ ആംഗുലർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ. ആംഗുലർ മൊമെന്റവും എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹലോ. ഓക്കെ. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P = mv, അതായത് മാസിന്റെ വെലോസിറ്റി. സപ്പോസ് ഒരു ബോൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ
അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ ബോൾ ഇങ്ങനെ ക്യാച്ച് പിടിക്കില്ലേ, നമ്മൾ ക്യാച്ച് അടിക്കില്ലേ? ഹലോ ആ, നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുകയാണെങ്കിൽ ബോൾ ക്യാച്ച് പിടിക്കുമല്ലോ. അപ്പോൾ അത് പിടിക്കുമ്പോൾ നമ്മളുടെ കയ്യിലൊരു ഫോഴ്സ് അനുഭവപ്പെട്ടില്ലേ, ഒരാക്കം, അതാണ് മൊമെന്റം. അപ്പൊ നമ്മൾ ചെറുതായിട്ട് കൈ പിന്നിലേക്കൊക്കെ വലിക്കും അല്ലേ, അപ്പൊ അതാണ് മൊമെന്റം. അപ്പോൾ അത് ലീനിയർ മൊമെന്റം ആണ്. അതായത് ബോൾ ഇങ്ങനെ വരുന്നു, നമ്മൾ ഒടിച്ച് പിടിക്കുന്നു അല്ലേ, ലീനിയർ ആണ് മൊമെന്റം. പക്ഷെ സപ്പോസ് ഞാനൊരു വള്ളിയിൽ ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കാന്ന് ചോദിച്ചു. ഹലോ അപ്പോൾ അതിന് ഉള്ള മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സർക്കിൾ ആവുമ്പോൾ അതിന്റെ ടാൻജന്റിലല്ല, ഇങ്ങനെയല്ല മാറിക്കൊണ്ടിരിക്കുക, ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആംഗുലർ മൊമെന്റം എന്ന് പറയും. അതായത് സർക്കുലർ മോഷനിലുള്ള മൊമെന്റത്തിന്. ഹലോ അതായത് സപ്പോസ് ഞാൻ അങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് വള്ളി വിട്ടാൽ ഇത് ഏത് ഡയറക്ഷനിലാണ് പോവുക? സർക്കിളായിട്ട് കറങ്ങി പോവില്ലല്ലോ, ഇങ്ങനെയല്ലേ പോവുക. ഇവിടെ നിന്ന് വിട്ടാൽ ഈ കല്ല് ഇങ്ങനെ പോവും, ഇവിടെ നിന്നാണ് വിടുന്നതെങ്കിൽ കല്ല് ഇങ്ങോട്ട് പോവും. സപ്പോസ് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് വിട്ടതെങ്കിൽ കല്ല് ഇങ്ങോട്ട് പോവും അല്ലേ. അവിടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തിന്റെ? മൊമെന്റത്തിന്റെ. ഹലോ അതിനെ നമ്മൾ എന്ത് പറയും? ആംഗുലർ മൊമെന്റം എന്ന് പറയും. ഇവിടെ ഇലക്ട്രോൺ അങ്ങനെയല്ലേ, ഒരു സർക്കുലർ ഓർബിറ്റിലല്ല കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ ആംഗുലർ മൊമെന്റം എന്താ, ഡെഫിനിറ്റീവ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇതൊക്കെ ഫിക്സ്ഡ് ഓർബിറ്റൽസ് ആണ് അല്ലേ. ഇടയിലുള്ളൊരു ഓർബിറ്റിൽ ഇടയിൽ ഒന്നും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇലക്ട്രോൺ. അപ്പോൾ ആംഗുലർ മൊമെന്റം എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ആംഗുലർ മൊമെന്റ് ഈക്വൽ ടു പി ക്രോസ് ആർ. ക്രോസ് എന്ന് വെച്ചാൽ ഒരു വെക്റ്റർ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആർ എന്ന് വെച്ചാൽ എന്താ? ഹലോ ആർ എന്ന് വെച്ചാൽ നമ്മുടെ റേഡിയസ്. റേഡിയസ് മാറുന്നില്ല, റേഡിയസ് ക്വാണ്ടൈസ്ഡ് അല്ലേ. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞ ഒരു സർക്കുലർ മോഷൻ ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മൊമെന്റം, അതിന്റെ എന്ത് പറ്റും? ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. ഹലോ ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ സർക്കിൾ മോഷൻ മാത്രമല്ല, ഒരു ആംഗിളിൽ അനുഭവപ്പെടുന്ന ഒരു മൊമെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എൽ ക്രോസ് പി ആർ. ഇതിപ്പോ ഈ ആറും പിയും തമ്മിലുള്ള ആറും പിയും ഒറ്റ ഡയറക്ഷനിൽ അല്ലെങ്കിൽ സപ്പോസ് ഇപ്പൊ ഞാനിങ്ങനെ വള്ളി കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ ഇതിന്റെ മൊമെന്റം ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണെങ്കിൽ അതിനൊരു ആംഗിൾ ഉണ്ടാവും അല്ലെ. ഹലോ ഹലോ സ്ക്രീന് കാണുന്നില്ല. സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ ഓക്കെ. അപ്പൊ ഇതാണ് ആംഗുലർ മൊമെന്റിന്റെ ഇക്വേഷൻ. എൽ ഈക്വൽ ടു പി ക്രോസ് ആർ. ഇത് വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പി ആർ സൈൻ തീറ്റ എന്ന് വരും. ഈ തീറ്റ എന്താ? ഈ ആംഗിൾ ആണ്. അതായത് ഞാനിപ്പോ ഇങ്ങനെ ഒരു വള്ളി പിടിച്ചിട്ട് ഇങ്ങനെ കറക്കാന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ആറിന്റെ ഡയറക്ഷൻ. ആർ എന്ന് വെച്ചാൽ ഈ റേഡിയസ്. ഓക്കെ, അപ്പോ ഇവിടെ എങ്ങനെയാണ് പി വർക്ക്? പിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ, അതായത് ടാൻജന്റ് ആയിട്ടില്ല. അതായത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ വള്ളി വിടുകയാണെങ്കിൽ ഈ കല്ല് ഇങ്ങോട്ടല്ലേ പോവാ. ഹലോ
ഹലോ ഹലോ ആ അഫ്ന കേൾക്കുന്നുണ്ടോ? രഫ ഹലോ കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ ആ ഹലോ ആ രണ്ടുപേർക്കും കേൾക്കുന്നുണ്ടോ? ആ ആ ഓക്കെ രഫ രഫ ജോയിൻഡ് ആണല്ലോ. രഫ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്താണ്? 90 ഡിഗ്രി അല്ലേ? ഹലോ, അതായത് ഈ ആറിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ മൊമെന്റം പി. അപ്പോ അതാണ് സൈൻ തീറ്റ. സൈൻ 90 എത്രയാ? സൈൻ 90 ഈക്വൽ ടു സൈൻ 90 എത്രയാണ്? ടെക്നോമെട്രി പഠിച്ചിരുന്നോ 10ലൊക്കെ? ഹലോ 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 ആ സൈൻ 90 എത്രയാണ്? ഹലോ ഹലോ സൈൻ 90 എത്രയാണ്? 1 ആണോ? ആ 1 ആണ്. ഓക്കെ, അപ്പൊ സൈൻ 90 1 ആവുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ L ഈക്വൽ ടു PR എന്ന് കിട്ടും അല്ലെ? ഇത് 1 ആവുമ്പോ PR എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ഈ R ക്വാണ്ടൈസ്ഡ് ആണല്ലോ, P കോൺസ്റ്റന്റും ആണ്. അതായത് P എന്ന് വെച്ചാൽ എന്താണ്? M ഇൻറ്റു V. നമുക്കിതിനെ ഈ PR ന് നമുക്ക് എന്താക്കി എഴുതാം? MVR എന്ന് എഴുതാം അല്ലെ? ഇതിലെന്താണ്? M കോൺസ്റ്റന്റ് ആണ്, V എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്, R ഉം ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോ MVR എന്താണ്? ആംഗുലർ മൊമെന്റ് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. മനസ്സിലായോ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ MVR ഈക്വൽ ടു NH ബൈ എന്താ 2π. MVR ഈക്വൽ ടു NH ബൈ 2π. ഓക്കെ, ഇതിൽ N ആണ് നമ്മളുടെ എന്ത്? നമ്മളുടെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ 1 2 3 അങ്ങനെ പോകും. ഇനി അടുത്തത് പോസ്റ്റുലേറ്റ് എന്താണ്? ഇലക്ട്രോൺ ഒരു സെയിം ഷെല്ലിലെ സെയിം ഓർബിറ്റിലാണെങ്കിൽ അത് എനർജി ഗെയിൻ ചെയ്യൂല, ലൂസ് ചെയ്യൂല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിക്സ്ഡ് ഓർബിറ്റിലായിരിക്കുമല്ലോ, അപ്പൊ അത് എനർജി ലൂസ് ചെയ്യൂല, ഗെയിൻ ചെയ്യൂല. ഓക്കെ, ഇനി അടുത്തത് ഇനി ഇലക്ട്രോൺ എനർജി ഗെയിൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? എനർജി കൂടുമ്പോൾ അത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും അല്ലെ? ഹലോ, അപ്പൊ അടുത്ത സ്റ്റേറ്റിലേക്ക് അത് പോകും. അപ്പൊ അടുത്ത എക്സൈറ്റഡ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു വരും. അതായത് സപ്പോസ് ഇലക്ട്രോൺ ഇവിടെ ആണെങ്കിൽ ഇത് അടുത്തേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ അത് എന്ത് സംഭവിക്കും? അത് എനർജി റിലീസ് ചെയ്യും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് സ്പെക്ട്രയിലൊക്കെ സംഭവിക്കുന്നത്. അതായത് NaCl നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് പറ്റും? ആ ഇലക്ട്രോൺ എക്സൈറ്റഡ് ആവും. എന്നിട്ട് അത് തിരിച്ചു വരുമ്പോഴാണ് എന്ത് കളറായിട്ട് എനർജി റിലീസ് ആവുന്നത്. ആ റിലീസ് ചെയ്യുന്ന എനർജിയുടെ കളറാണ് നമ്മൾ കാണുക. ക്ലിയർ ആണോ? ഓക്കെ,
ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. ആദ്യം ചൂടാക്കുമ്പോൾ അതായത് ഒരു എനർജി കൊടുക്കണം അടുത്ത ഓർബിറ്റിലേക്ക് എത്താനുള്ളത്. അപ്പോൾ അടുത്ത ഓർബിറ്റിലേക്ക് പോകും, തിരിച്ചത് ഇങ്ങോട്ട് വരുമ്പോൾ ആ സെയിം എനർജി റിലീസ് ചെയ്യും അല്ലേ? കാരണം ഒരു ഓർബിറ്റിൽ ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും എനർജി. ഓക്കെ, ഇനി നെഗറ്റീവ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോൾ നമ്മൾ കണ്ടു അതിൻ്റെ എനർജി നമ്മൾ ഇവിടെ എഴുതിയപ്പോൾ ഇവിടെ എനർജി എഴുതി നോക്കാം. ഇവിടെ എനർജി എഴുതിയ ഓക്കെ, ഇവിടെ ഞാൻ എനർജി പറഞ്ഞല്ലേ, ഇതിന്റെ വാല്യൂ നെഗറ്റീവ് അല്ലേ? കണ്ട En equal to minus 2.18 into 10 raised to minus 18 z square by n square അല്ലേ? അപ്പോൾ ആ മൈനസ് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവിടെ എനർജി കുറവാണെന്നാണ്. അല്ല, ഇപ്പോ ഒരു എനർജിക്ക് പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും അർത്ഥം? ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് ഫ്രീ ഇലക്ട്രോണിന്റെ എനർജി എന്തായിരിക്കും? ആറ്റംസ് കുറയും. ആറ്റംസ് കുറഞ്ഞിട്ട് ഇലക്ട്രോണ് ഫ്രീ ആവും. അതായത് ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിൽ നിന്ന് ഇൻഫിനിറ്റി അവേ, അതായത് ആറ്റത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഇലക്ട്രോൺ ആണ് ഫ്രീ ഇലക്ട്രോൺ. ഓക്കെ, ഫ്രീ ഇലക്ട്രോണിന്റെ എനർജി 0 ആണ്. കാരണം എന്താ? ഈ എനർജി എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫിനിറ്റിന്ന് അവിടെ വരെ കൊണ്ടുവരാനുള്ള എനർജി. അപ്പൊ ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഇതിന്റെ അർത്ഥം ഇലക്ട്രോണിന്റെ എനർജി, അതായത് ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിന്റെ എനർജി ഫ്രീ ഇലക്ട്രോൺ റെസ്റ്റിലുള്ള, അതായത് ഫ്രീ ഒരു മോഷനും ഇല്ലാതെ ഇരിക്കുന്ന ഫ്രീ ഇലക്ട്രോണിനെക്കാളും കുറവാണ് ഈ നമ്മളുടെ ആറ്റത്തിലുള്ള ഇലക്ട്രോണിന്റെ എനർജി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇത് ഇലക്ട്രോൺ എനർജി കുറഞ്ഞു വരും അടുത്തേക്ക് വരും തോറും. കാരണം എന്താ? ഈ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് അല്ലേ? അതുകൊണ്ട് ഇത് അടുത്തേക്ക് വരും തോറും ഇത് കൂടുതൽ നെഗറ്റീവ് ആവും, കൂടുതൽ സ്റ്റേബിൾ ആവും. ക്ലിയർ ആണോ? ഓക്കെ, അതായത് ഒരു നെഗറ്റീവ് ചാർജ് വെറുതെ ഇരിക്കുന്നതും ഒരു പോസിറ്റീവ് ചാർജിന്റെ അടുത്തതിരിക്കുന്നതും ഏതായിരിക്കും കൂടുതൽ സ്റ്റേബിള്? അടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ഏറ്റവും സ്റ്റേബിൾ ഓർബിറ്റ്? n equal to 1. ഓക്കെ, ഇനി നമുക്ക് ഈ പോർഷനും കൂടി നോക്കാം. ഇന്ന് ട്രാൻസിഷൻ ഓഫ് എൻ ഇലക്ട്രോൺ. ഒരു മിനിറ്റ്, ഈ സെക്ഷൻ കഴിയും എന്തായാലും. ഈ പോർഷൻ നോക്കിയിട്ട് ഈ സെക്ഷൻ തീർക്കാം. അപ്പോൾ നമുക്കറിയാം എന്താ ഇലക്ട്രോൺ എനർജി അബ്സോർവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? എക്സൈറ്റഡ് ആവും അല്ലേ? അതായത് അതിന്റെ മേലത്തെ എനർജി ലെവലിലേക്ക് പോകും. ഇലക്ട്രോൺ തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ എനർജി എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഈ എക്സൈറ്റേഷനും ഡി എക്സൈറ്റേഷനെയും നിയന്ത്രിക്കുക എന്തായിരിക്കും? ഈ രണ്ട് ഓർബിറ്റും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് അല്ലെ? അതായത് നമ്മളൊരു n ഈക്വൽ ടു ഒരു n1 n2ലേക്ക് പോണെങ്കിൽ ആ അതിന്റെ ഇടയിലുള്ള എനർജി ഡിഫറൻസ് കൊടുത്താലല്ലേ അവിടേക്ക് പോവുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഈ ഡെൽ ഇ എന്ന് പറയും. ഇ എഫ്, അതായത് ഇ ഫൈനൽ മൈനസ് ഇ ഇനിഷ്യൽ. ഹലോ, എഫ് എന്താണ്? ഫൈനൽ. അതായത് ഫൈനൽ സ്റ്റേറ്റിന്റെ എനർജി. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റിന്. അപ്പൊ നമുക്കറിയാം ഇ എന്ന് വെച്ചാല് RH
സെഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ ആണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എടുക്കുകയാണെങ്കിൽ എൻ സ്ക്വയർ അല്ലേ, മൈനസ് ആർ എച്ച് എൻ എഫ് സ്ക്വയർ ഇ എഫ്, ഇത് ഇ എഫ്, ഇത് ഇ ഐ, ഇവിടെ എൻ ഐ സ്ക്വയർ. അപ്പൊ ഇത് മൈനസും മൈനസും പോസിറ്റീവായി നമുക്ക് ആർ എച്ച് പുറത്തേക്ക് എടുത്ത് എന്ത് കിട്ടും? 1 എൻ ഐ സ്ക്വയർ മൈനസ് 1 എൻ എഫ് സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഹലോ 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 കേൾക്കുന്നുണ്ട്? ഓക്കെ. ഇനി അടുത്ത് നമുക്കറിയാം ഇത് ഡെൽ ഇ ആണല്ലേ. ഡെൽ ഇ നമുക്കറിയാം എന്താണ്. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഇ ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. കാരണം എന്താ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ. അപ്പോൾ ഇ ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. അപ്പൊ നമുക്ക് 1 ബൈ ലാംഡ ഈക്വൽ ടു എന്ത് കിട്ടും?